സ്വീറ്റ് ബോളി എങ്ങനെ നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ സ്വീറ്റ് ബോളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. 1/2 കപ്പ് കടലപ്പരിപ്പ് കഴുകി വെച്ചേക്കുന്നതാണ്, അതിടാം. ഈ ഒരു കപ്പിലാണ് നമ്മൾ 1/2 കപ്പ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ബോളിക്കകത്ത് കളർ ചേർക്കും, ഫുഡ് കളർ ചേർക്കാറുണ്ട്. അതിന് പകരം നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ചിട്ടാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു നുള്ള് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് അത് ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യും. ആ സമയം കൊണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് വേവും. ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കും. കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഡോ റെഡിയാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ്, 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഇച്ചിരി സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ഇടണം എന്നില്ല, ഇച്ചിരി ഒരു കളർ വേണമെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മൾ കുഴച്ചു. ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ഇതേപോലെ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന പോലെ ആക്കുക. എന്നിട്ടിത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഈ മിക്സർ റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ അത് മാറ്റി വെക്കാം. പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, പിന്നെ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് കുറുകി നന്നായിട്ട് പറ്റി വരണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്വീറ്റ് ബോളിയും പാലട പായസവും അല്ലെങ്കിൽ പാൽ പായസവും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണസദ്യക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ സ്വീറ്റ് ബോളിയും പാലട പായസവും അല്ലെങ്കിൽ പാൽ പായസവും. അപ്പോൾ പാൽ പായസത്തിൻ്റെയും പാലട പായസത്തിൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പഞ്ചസാര ഇട്ട് ഇതേപോലെ നായനിരിക്കുന്ന ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുക. കാരണം ഇത് കൂളായി കഴിയുമ്പോൾ നന്നായിട്ട് തിക്കാവും. അപ്പോൾ അത് കണക്കാക്കി ഇച്ചിരി മുമ്പേ ഓഫ് ചെയ്യുക. ഇനി ഇത് കൂളായ ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കും. എന്നിട്ട് ഫുൾ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ഉരുട്ടിയെടുക്കാൻ പറ്റണം, ആ രീതിയിൽ കിട്ടണം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ഇടണം. ഒരു 1/4 ടീസ്പൂൺ, ഈ അളവിന് ഒരു 1/4 ടീസ്പൂൺ നിറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ചിലർക്ക് ഇതിനകത്തേക്ക് നട്ട്മേഗ് പൊടിച്ചത് ഇടും, ജാതിക്ക പൊടിച്ചത് ഇടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതോടെ ചേർക്കാം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഏലക്ക മാത്രം പൊടിച്ച് ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് തണുത്ത ശേഷം ഞാൻ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതേപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി, ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം. ഞാൻ ഇതേപോലെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കിപ്പോൾ ഒരു കപ്പിൽ നമുക്കൊരു 16 എണ്ണം കിട്ടുക, ചെറിയ സൈസിലുള്ള ബോളി. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവിൻ്റെ കുറച്ച് ഭാഗം എടുക്കാം, ചെറിയ ഉരുള എടുക്കാം. ഇത് ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞു വരും. കൈ വെച്ച് പരത്തി കൊടുക്കുക. അപ്പോൾ എത്ര കുറവ് മൈദ എടുക്കുന്നോ അത്രയും നല്ലതായിരിക്കും നമ്മുടെ ബോളി ഉണ്ടാക്കി വരുമ്പോൾ. എത്ര തിക്നെസ് കുറഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. എക്സസ് ഉള്ള മാവ് മാറ്റുക. ഇതേപോലെ കിട്ടും. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ജോയിൻ ചെയ്യുന്ന ഭാഗം അടിയിലേക്ക് ടക്ക് ചെയ്ത് ഇതേപോലെ എപ്പോഴും എക്സസ് മാവ് കളയുക. കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ അരികുകളൊക്കെ നല്ല കട്ടിക്ക് വരും. സാധാരണ നമ്മൾ ബോളി പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒക്കെ അറ്റം എല്ലാം ചപ്പാത്തി പോലെ കട്ടിയായിട്ടിരിക്കും. അപ്പം അത് ഇങ്ങനെ ഒത്തിരി മാവ് വരുമ്പോഴാണ്. അപ്പോൾ എക്സസ് മാവ് കഴിയുന്നതും കളയുക.
നമ്മളിതേപോലെ ബോളിക്കുള്ളതെല്ലാം റെഡിയാക്കി കുറച്ച് മാവ് ബാക്കിയുണ്ടാവും. എപ്പോഴും എത്രയും കുറച്ച് മൈദയുടെ ഡോ പുറത്ത് കോട്ടിങ് കൊടുക്കുക, അത്രയും ബെറ്റർ ആയിരിക്കും ബോളി. പിന്നെ ഇത് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുന്നതിനൊപ്പം തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പം ലോ ഫ്ലെയിമിലിട്ടേക്കുകയാണ്. ഇവിടെ കുറച്ച് അരിപ്പൊടി, ഫൈനായിട്ടുള്ള അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒന്ന് വെതറിയിട്ട് വേണം പരത്തിയെടുക്കാൻ. അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, പരത്തിയെടുക്കുക. വളരെ സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് പൊടിയുന്ന ഒരു പരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇതിനകത്ത് അധികം മൈദയൊന്നും സൈഡിൽ കോട്ടിങ് ഇല്ല. വളരെ തിൻ ലെയറായിട്ട് എടുത്തതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി എക്സസ് പൊടി കളയുക, തട്ടിക്കളഞ്ഞിട്ട് വേണം ചുട്ടെടുക്കാം. ഇത് ഇച്ചിരി ചൂടാവാനായിട്ടുണ്ട്. ആ സമയം കൊണ്ട് അടുത്ത പരത്തിയെടുക്കാം. വീണ്ടും എടുക്കുമ്പോഴും എക്സസ് മാവ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കളയും. ഓക്കെ, ബോളിയിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഹീറ്റിലാണ് കിടക്കുന്നത്. ഞാൻ ബോളി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടർ പേപ്പർ ഇടയ്ക്കിടും. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ പൊടിയാണ്ടിരിക്കാനായിട്ട് ബട്ടർ പേപ്പർ ഇതേപോലെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ബോളിയുടെ ഇടയിൽ ബട്ടർ പേപ്പറോ പാച്ച്മെൻറ്റ് പേപ്പറോ ഇട്ടെടുക്കാം. ഒന്ന് ടേൺ ചെയ്ത ശേഷം നമുക്ക് നെയ്യ് ഡ്രിസിൽ ചെയ്യാം. മറ്റേ സൈഡിൽ അതുപോലെ നെയ്യ് തളിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്, എടുക്കാം. ഒത്തിരി കളർ മാറേണ്ട കാര്യമില്ല. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കുക്ക് ചെയ്തു. അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിക്കാം. ഇതേപോലെ നല്ല ഫ്ലേക്കി ആയിട്ട് കിട്ടും. തൊട്ടടഞ്ഞ് പൊടിഞ്ഞു പോകുന്നൊരു ടെക്സ്ചറാണ്. ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ബോളി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടണം, ഇതേപോലെ ഫ്ലേക്കി ആയിട്ട് കിട്ടണം. അതാണ് പെർഫെക്റ്റ് ബോളിയുടെ ഒരു ടെക്സ്ചർ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 8 ബോളിയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.